ഞാനിന്ന് വന്നിരിക്കുന്ന വീഡിയോ എന്ന് വെച്ചാൽ ഈ ബുക്കിൻ്റെ ഒരു വീഡിയോ ആണ് കേട്ടോ. ഇത് കേരളത്തിൽ ജൂതർ എന്ന് പറഞ്ഞ ബുക്കാണ്. അപ്പോൾ ഞാൻ ഈ പറയാൻ കാരണം വീഡിയോ കാണുന്നതിന് മുമ്പ് കുറച്ച് ലെങ്ത്തുള്ള വീഡിയോ ആണ്. അപ്പോൾ ഈ ബുക്ക് മൊത്തം വായിക്കുന്നതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇതാണ് ഈ ബുക്ക് വരുന്നത്. ഈ ബുക്കിൽ ജൂതന്മാർ ആരായിരുന്നു, ജൂതന്മാർ എന്തായിരുന്നു, ജൂതന്മാർ അവർ എവിടേക്കൊക്കെ ഓടേണ്ടി വന്നു, ഓടാനുള്ള കാരണം, അവരുടെ ചിട്ടകൾ, അവരുടെ ചടങ്ങുകൾ, അവരിവിടെ അനുഭവിച്ച സൗകര്യങ്ങൾ, എന്തുകൊണ്ട് പോകേണ്ടി വന്നു, എന്തുകൊണ്ട് പോയി, ഇതൊക്കെ ഇവിടെ നമ്മൾ പറയുന്നുണ്ട് കേട്ടോ. തോറ വെക്കുന്ന സ്റ്റാൻഡാണ്. അപ്പോൾ ഇതൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇനി ഇതിൽ താല്പര്യമുള്ളവർ വീഡിയോ തുറന്ന് കാണുന്ന സമയത്ത് ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ആദ്യമേ ഒന്ന് പരിഗണിക്കുക. ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്താൽ അത്രയും നല്ലത്. കാരണം സബ്സ്ക്രൈബേഴ്സിൻ്റെ കൗണ്ട് വെച്ചിട്ട് നമുക്ക് കുറവാണ്. അപ്പോൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയുന്നുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർ മാത്രം ഈ വീഡിയോ തുറന്ന് കാണുക. നമ്മൾ കറക്റ്റായിട്ട് എല്ലാ കാര്യങ്ങളും വായിച്ചു പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാ സുഹൃത്തുക്കൾക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ തവണ ഞാൻ പറവൂർ ജൂത സിനഗോഗ് സന്ദർശിച്ചപ്പോൾ ഒരു ബുക്ക് ഞാൻ വാങ്ങിച്ചിരുന്നു. കേരളത്തിലെ ജൂതർ എന്നാണ് ബുക്കിൻ്റെ ഹെഡിങ് വരുന്നത്. ആ ബുക്കിൻ്റെ പേര് തന്നെ അതാണ്. അപ്പോൾ കേരളത്തിൽ ജൂതന്മാർ ആരായിരുന്നു, എന്തായിരുന്നു എന്ന് മനസ്സിലാക്കാനായിട്ട് ഒരുവിധം ആളുകളെ സഹായിക്കുന്നൊരു ബുക്കാണ് ഈ കേരളത്തിലെ ജൂതർ എന്ന ബുക്ക്. അപ്പോൾ അധികം ഞാൻ വലിച്ചു നീട്ടുന്നില്ല, നമുക്ക് നേരെ ബുക്കിലോട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത്. അതായത് ഈ ഒരു എനിക്കിത് പറഞ്ഞു തരണമെന്നുണ്ട്, പക്ഷെ അത് ഞാൻ പറഞ്ഞു തരുന്നതിനേക്കാളും നല്ലത് ഇത് വായിച്ചു തരുന്നതാണ്. മാത്രമല്ല ഇത് പോസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ബുക്ക് നിങ്ങൾക്ക് തന്നെ വായിക്കാവുന്ന ഒരു രീതിയിലാണ് ഞാൻ ഈ ബുക്ക് ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് റിയാസ്. അപ്പോൾ നമുക്ക് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ കാണുന്നത്, നമുക്ക് ഈ ഭാഗത്ത് വരുന്നത് ഇത് ഹീബ്രു ഭാഷയല്ല, ലെഫ്റ്റ് സൈഡിലായിട്ട് വരുന്നത് ഇത് മലയാളത്തിലെ വട്ടെഴുത്ത് എന്ന് പറയുന്ന ഭാഷയാണ്. അപ്പോൾ ഇതിവിടെ വരാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ചെമ്പ് പട്ടയെന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ജൂതന്മാരുടെ കാലത്തുള്ള. അപ്പോൾ അവർക്ക് അധികാരസ്ഥാനങ്ങളും അവകാശങ്ങളും പതിച്ചു കൊടുത്ത ആ ചെമ്പ് പട്ടയത്തിലെ ഒരു ഭാഗമാണ് ഈ പുസ്തകത്തിൻ്റെ ഇന്നർ പേജായിട്ട് കൊടുത്തിരിക്കുന്നത്. മാത്രമല്ല ജൂതന്മാരുടെ ദാവീദിൻ്റെ നക്ഷത്രം എന്നൊക്കെ പറയില്ലേ, ആ ഒരു സിമ്പലാണ് ഇവിടെ ഈ ഹെഡിങ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. കേരളത്തിലെ ജൂതർ എന്ന ഹെഡിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി നമ്മൾ ഈ പേജ് മറക്കുമ്പോൾ കാണുന്നത് മുഖമൊഴി എന്നാണ്. ഇതിൻ്റെ ഒരു പരിചയപ്പെടുത്തുന്നുണ്ടല്ലോ, ആ രീതിയാണിത്. അപ്പോൾ ഞാൻ അതൊക്കെ സ്കിപ്പ് ചെയ്യാണ്, അതൊക്കെ നമുക്ക് പിന്നീട് നോക്കാം. ഇവിടെ ബുക്കിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കുന്ന, ഇപ്പോൾ എത്രാമത്തെ എഡിഷനാണ് ഈ കൊടുക്കുന്ന ബുക്കിൻ്റെ ഡീറ്റെയിൽ കൊടുക്കുന്ന ഭാഗത്ത് ജൂതന്മാരുടെ ഒരു വിളക്ക് കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. മാത്രമല്ല ഇതിൽ കണ്ടൻറ്റുകളുണ്ട്. അപ്പോൾ 7ാമത്തെ പേജ് കേരള ജൂതരുടെ ചരിത്രം, 17ാമത്തെ പേജിൽ ജൂതരുടെ പള്ളികൾ, 35ാമത്തെ പേജിൽ ജൂതരുടെ സാമൂഹിക ജീവിതം, 51ാമത്തെ പേജിൽ ജൂതപ്പള്ളി മ്യൂസിയങ്ങൾ, 57ൽ പുലിപ്പാട്ടുകൾ. അപ്പോൾ ഇതൊക്കെ എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പോൾ അതിനു മുമ്പ് എനിക്ക് പോയിപ്പോൾ അവിടുന്ന് കിട്ടിയ ടൂറിസ്റ്റ് ഇതിൻ്റെ ഗൈഡാണ് നമുക്ക് കിട്ടിയതാണിത്. അപ്പോൾ ഇതിൽ മുസ്ലിംസിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ ഇത് ഞാൻ മുമ്പ് നിങ്ങളെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ സന്ദർശിക്കുന്ന സ്ഥലങ്ങൾ, അവരുടെ പ്രൊജക്റ്റുമായി ബന്ധപ്പെട്ട് ബോട്ട് യാത്രയുണ്ട്. അപ്പോൾ അവർ സന്ദർശിക്കുന്ന സ്ഥലങ്ങളാണിത്: പറവൂർ ജൂതപ്പള്ളി, സഹോദരൻ അയ്യപ്പൻ മ്യൂസിയം, പള്ളിപ്പുറം മഞ്ഞുമാതാ പള്ളി, സീമൗത്ത്, പാലിയം നാലുകെട്ട്, പാലിയം കൊട്ടാരം. പക്ഷേ ഈ പാലിയം നാലുകെട്ടിലും പാലിയം കൊട്ടാരത്തിലും നമുക്ക് വീഡിയോഗ്രാഫിയും ഫോട്ടോഗ്രാഫിയും അലൗഡ് അല്ല കേട്ടോ. കോട്ടപ്പുറം കോട്ട, സെൻറ്റ് ജോസഫ് ചർച്ച്, അഴീക്കോട്. അപ്പോൾ ഞാൻ ഈ പാലിയം കോട്ടയിലും നാലുകെട്ടിലും പോയിരുന്നു. അപ്പോൾ വീഡിയോഗ്രാഫി അലൗഡ് അല്ലാത്തതിൻ്റെ പേരിൽ ഔട്ട് സൈഡ് വ്യൂസാണ് കൂടുതലുള്ളത്. അപ്പോൾ ആ വീഡിയോ ചെയ്യുന്നതിന് മുമ്പായിട്ട് ഈ ഒരു ബുക്കിൻ്റെ വീഡിയോ ചെയ്യാമെന്ന് നമ്മൾ കരുതിയതാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ഇതിലോട്ട് കിടക്കുകയാണ്, ബുക്കിലോട്ട് കിടക്കുകയാണ്. അപ്പോൾ ഇതിൽ ആമുഖം കഴിഞ്ഞു, അല്ലെങ്കിൽ മുഖംമൊഴി കഴിഞ്ഞു. പിന്നീട് നമ്മൾ തുറക്കുമ്പോൾ കാണുന്നത് പണ്ട് ഇവിടം വിട്ടുപോയ ഒരു ജൂത ഫാമിലിയുടെ ഫോട്ടോ ആണ് നമുക്കിവിടെ കാണാവുന്നത്. ഇവരുടെ മക്കളായിട്ടൊക്കെ ഇപ്പോൾ ഇസ്രായേലിൽ ജീവിക്കുന്നുണ്ടെന്ന് നമുക്ക് വിചാരിക്കാം. അപ്പോൾ ഇവിടെ നിന്ന് വിട്ടുപോയ ആളുകളുടെ ഫോട്ടോയാണിത്. ഈ പേജ് തുടങ്ങി നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്താൽ നിങ്ങൾക്കും വായിക്കാം. എന്തായാലും ഞാൻ വായിക്കുന്നുണ്ട്. കേരള ജൂതരുടെ ചരിത്രം എന്ന് പറഞ്ഞാണ് നമുക്ക് ഇവിടെ തുടങ്ങുന്നത്. പശ്ചിമേഷ്യയിൽ ഉത്ഭവിച്ച ജൂത, ക്രൈസ്തവ, ഇസ്ലാം മതങ്ങൾ കേരള സംസ്കാര പരിണാമത്തിൽ വഹിച്ച പങ്ക് ആഹ്ലാദത്തോടെയാണ് കേരളീയർ ഓർമ്മിക്കുന്നത്. സമകാലിക മലയാള ഭാഷയടക്കമുള്ള സാംസ്കാരിക വിഭവങ്ങളിൽ വരെ മുസ്ലിം, ക്രൈസ്തവ സാന്നിധ്യങ്ങൾ ഒറ്റ നോട്ടത്തിൽ തിരിച്ചറിയാൻ കഴിയും. എന്നാൽ ജൂതരുടെ സംസ്കാര മുദ്രകൾ അങ്ങനെ പെട്ടെന്ന് തെളിഞ്ഞു കിട്ടുകയില്ല. എക്കാലത്തും ജൂതർ കേരളത്തിൽ ന്യൂനപക്ഷമായിരുന്നു. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ആധുനിക ഇസ്രായേൽ
രൂപീകരിക്കപ്പെട്ടതോടെ ഭൂരിപക്ഷം കേരള ജൂതന്മാരും അങ്ങോട്ട് അവിടേക്ക് കുടിയേറിയിട്ടുണ്ട്. ജൂതരുടെ സങ്കല്പത്തിൽ പ്രവാസികളുടെ മടക്കയാത്രയായിരുന്നു അത്. കേരളീയ പാരമ്പര്യം നിലനിർത്തി അവർ ഇസ്രായേലിൽ ജീവിക്കുന്നു. ഇന്ന് കേരളത്തിലുള്ളത് 50-ൽ താഴെ മാത്രം ജൂതന്മാരാണ്. കൊച്ചിയും പരിസരങ്ങളുമായി അവർ താമസിക്കുന്നു. കേരളവും ജൂതരും, അതാണ് അടുത്ത ഹെഡിങ് വരുന്നത്. കേരളത്തിലേക്കുള്ള ജൂതരുടെ ആഗമനത്തെ സംബന്ധിച്ച് നിരവധി അഭിപ്രായങ്ങൾ നിലവിലുണ്ട്. ജൂതരുടെ കേരള പ്രവേശനത്തിന് സോളമൻ രാജാവിൻ്റെ കാലത്തോളം BCE 992-952 അത്രയും കാലത്തോളം പഴക്കം കൽപ്പിക്കുന്നവരുണ്ട്. അദ്ദേഹം ഇറക്കുമതി ചെയ്തിരുന്ന കുരങ്ങിനും മയിലിനും ഹീബ്രു ഭാഷയിലുള്ള പേരുകൾക്ക് തമിഴിലെ പേരുകളുമായി കാണുന്ന സാമ്യം ഈ അഭിപ്രായത്തെ സാധൂകരിക്കുന്നു. ബൈബിളിലെ ഹോദു ഇന്ത്യയാണെന്ന് കരുതിയാൽ തേക്ക്, ആനക്കൊമ്പ്, മയിൽ, സുഗന്ധവ്യഞ്ജനങ്ങൾ എന്നിവയെ കേരളത്തിൽ നിന്നുള്ള കയറ്റുമതികളായി പരിഗണിച്ചാൽ ഈ വാദത്തിന് ബലമേറും. പുതുവർഷം CE ആദ്യ ശതകത്തിൽ സെൻറ് തോമസ് കേരളത്തിലെത്തിയെന്നും ഇവിടെ ഉണ്ടായിരുന്ന ജൂതരെ മതപരിവർത്തനം ചെയ്യിച്ചുവെന്നും ഐതിഹ്യമുണ്ട്. BCE 52-ൽ പേർഷ്യയിൽ നിന്നും ജൂതർ കേരളത്തിൽ എത്തിയെന്നാണ് ചില ചരിത്രകാരന്മാരുടെ അഭിപ്രായം. ബാബിലോണിയിൽ നിന്നും തടവിലാക്കപ്പെട്ടിരുന്ന ജൂതർ മോചിപ്പിക്കപ്പെട്ടതോടുകൂടി BC 6-ാം നൂറ്റാണ്ടിൽ കൊടുങ്ങല്ലൂരിൽ കുടിയേറി പാർത്തുവെന്ന് ഏതാനും ചരിത്രകാരന്മാർ രേഖപ്പെടുത്തുന്നു. പൊതുവർഷം 70-ൽ ജെറുസലേമിലെ ദേവാലയം തകർക്കപ്പെട്ടപ്പോൾ പൊതുവർഷം 72-ൽ ജൂതർ പ്രവാസികളായി കേരളത്തിലെ കൊടുങ്ങല്ലൂരിൽ എത്തിയെന്നാണ് മറ്റൊരു അഭിപ്രായം. ഇതാണ് കേരള ജൂതരുടെ പരമ്പരാഗത വിശ്വാസവും. കൊടുങ്ങല്ലൂരിന് പുറമെ അവർ പാലൂർ, അതായത് പാലയൂർ, മാള, പുല്ലൂറ്റ് തുടങ്ങിയ ഇടങ്ങളിൽ താമസമർപ്പിച്ചതായും പറയപ്പെടുന്നു. ജൂതരുടെ കേരള പ്രവേശനത്തിൻ്റെ കഥ പറയുന്ന നാടൻ പാട്ട് ലഭ്യമാണ്. ജൂത സ്ത്രീകളുടെ വാമൊഴി വഴക്കത്തിൽ നിലനിൽക്കുന്ന ഈ പാട്ടിനെ പൈങ്കിളിയുടെ പാട്ട് എന്ന് വിളിച്ചു വരുന്നു. തുടക്കം മുതൽ ഒടുക്കം വരെ വികാരോജ്വലമാണ് ഈ പെൺപാട്ട്. കൈകുട്ടിക്കളിക്ക് പാടിയിരുന്നത്രേ. പാലോട് പഴം തരിവൻ പൈങ്കിളി നിനക്കൻ എന്നു തുടങ്ങുന്ന പാട്ടിൽ ജൂതരുടെ കേരള പ്രവേശനത്തിൻ്റെ ഓരോരോ ഘട്ടങ്ങൾ ഹൃദയസ്പർശിയായും ഭാവനാത്മകമായും അവതരിപ്പിച്ചിരിക്കുന്നു. ജൂതരുടെ പെൺപാട്ടുകളുടെ സമാഹാരമായ കാർക്കുഴലിയിൽ എഡിറ്റർ ഡോക്ടർ സ്കറിയ സക്കറിയ ഈ പാട്ട് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പോർഷനിൽ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളവും ജൂതരും തമ്മിലുള്ള ബന്ധമാണ് പറയുന്നത്. AD 52-ന് മുമ്പ് തുടങ്ങി ഇവിടെ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. ഇനിയുള്ളത് മുസ്ലിസും ജൂതന്മാരും, അതായത് മുസ്ലിസും ജൂതരും. മുസ്ലിസ്, തിണ്ടിസ്, ബറേക്ക, നെൽക്കിണ്ട എന്നിവയാണ് കേരളത്തിലെ പ്രാചീന തുറമുഖങ്ങൾ. അപ്പോൾ ഇപ്പോഴത്തെ പേരുമായിട്ടൊരു വ്യത്യാസമൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇത് ഇനി തിരിച്ചറിഞ്ഞ തുറമുഖങ്ങളുണ്ട്. ഇപ്പോൾ മുസ്ലിസ് തന്നെ എവിടെയൊന്നും ഉറപ്പായിട്ടൊന്നുമില്ല. കൊടുങ്ങല്ലൂർ ഭാഗത്താണെന്ന് മാത്രം അറിയാം. കൊടുങ്ങല്ലൂരും വടക്കൻ പറവൂരിനും ഇടയ്ക്കുള്ള ഏതോ സ്ഥലമാണെന്ന് മാത്രം അറിയാം. അപ്പോൾ മുസ്ലിസ്, തിണ്ടിസ്, ബറേക്ക, നെൽക്കിണ്ട എന്നിവയാണ് കേരളത്തിലെ പ്രാചീന തുറമുഖങ്ങൾ. ക്രിസ്തു വർഷാരംഭത്തിൽ കേരളത്തിന് വിദേശങ്ങളുമായി ഉണ്ടായിരുന്ന വാണിജ്യപരവും സാംസ്കാരികപരവുമായ ബന്ധത്തിന് അടിസ്ഥാനമായിരുന്നു ഈ തുറമുഖങ്ങൾ. ഇവയിൽ ഏറ്റവും പ്രധാനം മുസ്ലിസ് ആയിരുന്നു. കൊടുങ്ങല്ലൂരോ കൊടുങ്ങല്ലൂരിനടുത്തോ ആയിരുന്നിരിക്കണം മുസ്ലിസ് എന്ന് ചരിത്ര പണ്ഡിതർ നിരീക്ഷിക്കുന്നു. പ്രാചീന ഭാരതത്തിലേക്കുള്ള പ്രവേശന കവാടമായിരുന്നു മുസ്ലിസ്. ഫിനീഷ്യരുടെയും ഈജിപ്തുകാരുടെയും ഗ്രീക്കുകാരുടെയും റോമാക്കാരുടെയും വാണിജ്യ കേന്ദ്രം കൂടിയായിരുന്നു ഇത്. പിൽക്കാലത്ത് മുസ്ലിസ് ജൂതമതത്തിനും ക്രിസ്തു മതത്തിനും ഇസ്ലാം മതത്തിനും ആശ്രയസ്ഥാനമായി തീരുകയും ചെയ്തു. കച്ചവട സംഘങ്ങൾ എന്ന നിലയിൽ 5 വണ്ണം മണിഗ്രാമം ജൂത ക്രൈസ്തവ സമൂഹങ്ങളുടെ പ്രവർത്തനങ്ങൾ വ്യാപാര മേഖലയുടെ അഭിവൃദ്ധിക്ക് കാരണമായി. ഉൾനാടൻ ജലഗതാഗതത്തിന് വളരെയേറെ സൗകര്യങ്ങൾ ഒരുക്കുന്ന നദീമുഖത്തിൽ കടൽ തീരത്തായി സ്ഥിതി ചെയ്യുന്ന മുസ്ലിസ് ഒന്നാന്തരം ഒരു വർത്തകശാലയായിരുന്നു. ഭാരതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട തുറമുഖമായി വിദേശ സഞ്ചാരിയായ പ്ലീനി മുസ്ലിസിനെ നോക്കിക്കാണുമ്പോൾ മറ്റൊരു സഞ്ചാരിയായ ടോളമി ഇതിനെ പ്രമുഖ വാണിജ്യ സങ്കേതമായാണ് വിലയിരുത്തുന്നത്. നിരവധി വിദേശ കപ്പലുകൾ ഈ തുറമുഖത്ത് അടുത്തിരുന്നത്രേ. പ്രാചീന തമിഴ് കവികൾ മുസ്ലിസിനെ വർണ്ണിച്ചിട്ടുണ്ട്. സ്വർണം നിറച്ച മനോഹരമായ കപ്പലുകൾ,
വെണ്ണുര ചീന്തിക്കൊണ്ട് പെരിയാറ്റിലൂടെ സഞ്ചരിക്കുന്നതും നിറയെ കുരുമുളക് കയറ്റി തിരിച്ചു പോകുന്നതും വീടുകളിൽ നിന്ന് ചാക്ക് കണക്കിന് കുരുമുളക് കമ്പോളത്തിലേക്ക് കൊണ്ടുവരുന്നതും കയറ്റുമതി വിഭവങ്ങൾക്ക് പകരമായി സ്വർണം സ്വീകരിക്കുന്നതും മറ്റും അവരുടെ കവിതകളിൽ കാണാം. കേരളത്തിലെ കയറ്റുമതി വിഭവങ്ങളിൽ പ്രധാനപ്പെട്ടവ കുരുമുളക്, മുത്ത്, രത്നം, ദന്തം, തേക്ക് തടി, ആമത്തോട് എന്നിവയായിരുന്നു. പവിഴം, തകരം, ഈയം, ചെമ്പ്, വീഞ്ഞ് തുടങ്ങിയവ പ്രധാന ഇറക്കുമതി വസ്തുക്കളും. പൊതുവർഷം 1341 പെരിയാറ്റിലുണ്ടായ വെള്ളപ്പൊക്കം മൂലം കൊടുങ്ങല്ലൂർ അഴിമുഖത്തിൻ്റെ ആഴം കുറഞ്ഞ് കൊച്ചി തുറമുഖം പ്രാമുഖ്യം നേടുകയും ചെയ്തതുവരെ മുസ്ലിസ് വിദേശ വാണിജ്യവുമായി ബന്ധപ്പെട്ട കേരളത്തിലെ ഒന്നാമത്തെ തുറമുഖമായി നിലകൊണ്ടു. ഇതിൽ പറയുന്നത് നമ്മുടെ മുസ്ലിസിൻ്റെ പ്രാധാന്യത്തെ പറ്റിയാണ് പറയുന്നത്. മാത്രമല്ല ഈ ബുക്കിൽ ഈ ഒരു ഭാഗത്തായിട്ട് വാൽമീകി രാമായണത്തിൽ മുരിജി പട്ടണമെന്നും തമിഴ് കൃതികളിൽ മുചിരി എന്നും പൊതുവർഷ 1000 ആണ്ടിലെ ഭാസ്കര രവിവർമ്മൻ്റെ ജൂതശാസനത്തിൽ മുയിരക്കോട് എന്നും മുസ്ലിസിനെ പരാമർശിച്ച് കാണാം. രണ്ടാം ചേര സാമ്രാജ്യകാലത്തും പൊതുവർഷം 800, പൊതുവർഷം 102, അതിനുശേഷവും മാഗോത്തൈ, മഹോദയപുരം, മഹോദയപട്ടണം എന്നീ പേരിലും കൊടുങ്ങല്ലൂർ അറിയപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ചെറിയൊരു ചെമ്പ് പട്ടയത്തിൻ്റെ ഒരു ഇതൊക്കെ വെച്ചേക്കണ് കാണാം. മാത്രമല്ല ഈ ഒരു ബുക്കിൽ പണ്ടത്തെ മാപ്പാണിത്. അപ്പോൾ ഈ ഒരു ഭാഗം സൂചിപ്പിക്കുന്നത് മുസ്ലിസ് കരയാണ് സൂചിപ്പിക്കുന്നത്. പിന്നെ ഈ കര 1341 വെള്ളപ്പൊക്കത്തിൽ മണ്ണൊക്കെ അടിഞ്ഞുകൂടി ചില കരകൾ രൂപപ്പെട്ടു, ഈ വൈപ്പിങ്ങരൊക്കെ രൂപപ്പെട്ടു, ചില കരകൾ ഇല്ലാതെയായി. ആ ഇല്ലാതായ കരയിലാണോ മുസ്ലിസ് എന്നും ഇപ്പോൾ സംശയമുണ്ട്. ഇനി 12ാമത്തെ പേജ്, തൊട്ടപ്പുറത്തെ പേജ് തന്നെയാണ്, ഞാൻ സ്കിപ്പ് ചെയ്തിട്ടില്ല, നിങ്ങൾക്ക് കാണാം. 12ാമത്തെ പേജിൽ പൊതുവർഷം 1524 വരെ കൊടുങ്ങല്ലൂരിൽ ജൂതസമൂഹം സസുഖം അധിവസിച്ചു പോന്നു. അവർ ഇവിടം വിട്ടുപോയതിന് കാരണമായി ജൂത ചരിത്രകാരന്മാർ PM ജ്യൂസെ ഒരു നാട്ടുവൃത്താന്തം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. കൊടുങ്ങല്ലൂരിലെ ജൂതർ ഒരിക്കൽ മുസ്ലിങ്ങളുമായി കുരുമുളക് വ്യാപാരത്തെ സംബന്ധിച്ചൊരു തർക്കമുണ്ടായി. ഈ തർക്കം വളർന്ന് സാമൂതിരിയുടെ സഹായത്തോടെ മുസ്ലിങ്ങൾ കൊടുങ്ങല്ലൂരിലെ ജൂതരുടെ പള്ളികളും വീടുകളും ആക്രമിക്കുന്നതിൽ കലാശിച്ചു. രക്ഷപ്പെട്ട ജൂതർ കൊച്ചിയിലും എറണാകുളത്തും അഭയം തേടി. കേരളത്തിലെ ആദ്യ വാസസ്ഥാനം എന്ന നിലയിൽ ഏതാനും പേർ വീണ്ടും കൊടുങ്ങല്ലൂരിൽ പിടിച്ചു നിന്നു. എന്നാൽ 1566 പോർച്ചുഗീസുകാരുടെ ആക്രമണം കൂടി ഉണ്ടായതോടുകൂടി കൊടുങ്ങല്ലൂരിൽ നിന്നും ജൂതർ പൂർണ്ണമായും കുടി പറഞ്ഞു. അപ്പോൾ ഈ കുടി പറഞ്ഞു ഇവർ കാര്യം വിവരിച്ചിട്ടില്ല. ഇതിൻ്റെ കാര്യം ഞാൻ വിവരിച്ചു തരാം. കോഴിക്കോട് നിന്നും സാമൂതിരിയുമായി യുദ്ധം തുടങ്ങി. കടലിൽ നിന്നുകൊണ്ട് തന്നെ കോഴിക്കോട് പട്ടണം പീരങ്കി ഉണ്ട കൊണ്ട് വർഷിച്ച് തകർത്തെറിഞ്ഞതിന് ശേഷം പോർച്ചുഗീസുകാർ ആദ്യം രക്ഷപ്പെട്ടത് കൊച്ചിക്കാണ്. അപ്പോൾ കൊച്ചി ഭാഗത്ത് വന്നപ്പോൾ അതിൻ്റെ തൊട്ടടുത്തന്നെയാണ് കൊടുങ്ങല്ലൂർ. സ്വാഭാവികമായും സാമൂതിരിയുടെ നാവിക സൈന്യവും എല്ലാം മുസ്ലിങ്ങൾ തന്നെയായിരുന്നു. അവരാദ്യമേ ഒരു വാണിംഗ് കൊടുത്തിരുന്നു, പോർച്ചുഗീസുകാരെ സഹായിക്കരുതെന്നുള്ള. സാമൂതിരി വാണിംഗ് കൊടുത്തിരുന്നു, പോർച്ചുഗീസുകാരെ സഹായിക്കരുതെന്നുള്ള രീതിയിൽ വ്യാപാരികൾക്ക് വാണിംഗ് കൊടുത്തിരുന്നു. അങ്ങനെ ഇത് ലംഘിച്ചിട്ട് ജൂതർ പോർച്ചുഗീസുകാർക്ക് ചരക്ക് കൊടുക്കുകയും അവരെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന രീതിയിൽ, അതായത് അവരെ പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർമിയല്ല, പ്ലസ് ഈ കച്ചവട സാധനങ്ങളാണ്, ഒരുപാട് കച്ചവട സാധനങ്ങൾ ഇറക്കി കൊടുക്കുകയും ചെയ്തു. അപ്പോൾ ഇതോടുകൂടിയാണ് സാമൂതിരിക്ക് ജൂതന്മാരുമായി പ്രശ്നം ഉണ്ടാവുകയും തുടർന്ന് മുസ്ലിങ്ങളും ജൂതന്മാരും തമ്മിൽ നല്ലൊരു യുദ്ധം തന്നെ കൊടുങ്ങല്ലൂർ നടന്നിട്ടുണ്ട്. യുദ്ധമല്ല, ഒരു വൺ സൈഡ് ആക്രമണമായിരുന്നു. ജൂതരെ ഇവിടുന്ന് തുരത്തി ഓടിക്കുകയാണ് ആദ്യം ചെയ്തത്. തുടർന്ന് ഇവർ പറവൂർ, എറണാകുളം ഭാഗത്ത് കുടിയേറി പാർക്കുകയും അതിനുശേഷം ഒരു കാര്യം ഉണ്ടായിരുന്നു. ജൂതർ ഏത് കാര്യത്തിന് കൊടുങ്ങല്ലൂർ വന്നാലും കരിക്ക് പൊന്തുന്ന നേരം, അങ്ങനെയാണ് പറഞ്ഞിരുന്നത്. അത് ഞാൻ വേറൊരു വഴിയിലൂടെ അറിഞ്ഞതാണ്. കരിക്ക് പൊന്തുന്ന നേരം ആകുമ്പോഴത്തേനും കൊടുങ്ങല്ലൂർ ഇടുമായിരുന്നു. അത് അക്കരെ കിടക്കുമായിരുന്നു, പുഴ കടന്ന് പോകുമായിരുന്നു. കാരണം അത്രത്തോളം അവർ പേടിച്ചിരുന്നു. പിന്നീട് ഇനി അടുത്ത് നമുക്ക് ഇത് വായിച്ചു തുടങ്ങാം. കൊടുങ്ങല്ലൂരിലുണ്ടായിരുന്ന ജൂതപ്പള്ളികളുടെ പേരുകൾ കടവും ഭാഗം, തെക്കും ഭാഗം എന്നിങ്ങനെയായിരുന്നു. പുഴയിലെ കടവിൻ്റെ ഭാഗത്തുള്ളത് ഫെറി സൈഡ് എന്ന അർത്ഥത്തിൽ കടവും ഭാഗം എന്ന പേരിലും, തെക്കേ തെരുവിലോ മുഖ്യ തെരുവിൻ്റെയോ തെക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന എന്ന അർത്ഥത്തിൽ തെക്കും ഭാഗം എന്ന പേരിനും ഭൂമിശാസ്ത്രപരമായി പ്രസക്തിയുണ്ട്. എന്നാൽ കൊടുങ്ങല്ലൂരിൽ നിന്ന് ജൂതർ പലായനം ചെയ്തത് എറണാകുളത്തും കൊച്ചിയിലുമെത്തി പള്ളികൾ പണിത് അവയ്ക്ക് കടവും ഭാഗം, തെക്കും ഭാഗം എന്ന പേരുകൾ നൽകിയത്
മുസിരിസിലെ തങ്ങളുടെ അധിവാസത്തിൻ്റെ സ്മരണകളുടെ ഭാഗമായിട്ടാണ്. അപ്പോൾ കൊടുങ്ങല്ലൂരിൽ നിന്ന് പോയിട്ടും അവർ ആ പേര് തന്നെ എന്തായാലും ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. ഈ തൊട്ടപ്പുറത്തുള്ള ചേന്നമംഗലത്തും പറവൂരും ഒക്കെ ഉള്ള പള്ളികൾ കൊടുങ്ങല്ലൂരിൽ നിന്ന് പോയതിനു ശേഷം മാത്രം ജൂതർ നിർമ്മിച്ചതാണ്. ഇത്രയേറെ ഇവർ പോർച്ചുഗീസുകാരെ പ്രൊട്ടക്റ്റ് ചെയ്തിട്ടും കുറച്ച് കഴിഞ്ഞപ്പോൾ പോർച്ചുഗീസുകാർ അവരുടെ തനി സ്വഭാവം പുറത്തെടുത്തു. അവർ വീണ്ടും ജൂതർക്കെതിരെ ആക്രമണം നടത്തുകയും കല്ലിന്മേൽ കല്ല് ശേഷിക്കാത്ത രീതിയിൽ പറവൂര് പള്ളി തുടങ്ങി പൊളിച്ചടക്കുകയും പോർച്ചുഗീസുകാർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അന്ന് വാണിംഗ് കൊടുത്ത സാമൂതിരി കൊടുത്ത വാണിംഗ് ശരിയായിരുന്നു. അതിനുശേഷം നമുക്ക് വായന തുടരാം. 5 വണ്ണം. 5 വണ്ണം എന്നത് 5 വർണ്ണ ആശാരി, മൂശാരി, കൊല്ലൻ, തട്ടാൻ, കല്ലാശ്ശേരി ഇതിൻ്റെ രൂപഭേദമാണെന്ന് ചില പണ്ഡിതർ അഭിപ്രായപ്പെടുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ എത്രമാത്രം ഉറപ്പാണെന്ന് ഇനിയും രേഖകളൊക്കെ കിട്ടാനുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇവിടെ ഒരു ചെറിയൊരു എന്താ പറയുക സെൻറ്റൻസ് എഴുതിയിട്ടുണ്ട്. മണിഗ്രാമം ബ്രാക്കറ്റിൽ മണിഗ്രാമം എന്ന് എഴുതിയിട്ടുണ്ട്. കച്ചവട സംഘമാണ്. സിറിയൻ ക്രൈസ്തവരുടെ നേതൃത്വത്തിലുള്ള കച്ചവട സംഘം ആണെന്ന് മാത്രം വീരരാഘവ ചക്രവർത്തി പൊതുവർഷം 1225 എഴുതി കൊടുത്ത ചെമ്പ് പട്ടയം അനുസരിച്ച് മഹോദയപുരത്തെ ഇരവി കോർത്തലൻ എന്ന ക്രിസ്ത്യൻ വ്യാപാരിക്ക് ഒട്ടേറെ സ്ഥാനമാനങ്ങൾക്ക് പുറമെ മണിഗ്രാമം എന്ന വണിക്ക് സംഘത്തിൻ്റെ നായക പദവിയും അനുവദിച്ച് കൊടുക്കുന്നതായി കാണാം. എന്നാൽ ഇനി അടുത്തതാണ് കേട്ടോ, ഇവിടെ നിന്നുള്ള സെൻറ്റൻസ് കംപ്ലീഷൻ ചെയ്യണം നമ്മൾ. ഇത് ഈ അഭിപ്രായപ്പെടുന്നു എന്ന് പറഞ്ഞല്ലോ. എന്നാൽ 5 വണ്ണം ജോസഫ് റബ്ബാന് സമ്മാനമായി നൽകിയതാണെന്ന് ജൂതശാസനം വെളിപ്പെടുത്തുന്നത്. ആയതിനാൽ 5 വണ്ണത്തിൻ്റെ അർത്ഥസൂചന മറ്റൊന്നാകാം. ഹഞ്ചുമന എന്ന പദം കച്ചവട സംഘം എന്ന അർത്ഥത്തിൽ മധ്യകാല ലിഖിതങ്ങൾ പ്രയോഗിച്ച് കാണുന്നുണ്ട്. ജൂത കച്ചവടക്കാരുടെ സംഘം ജോസഫ് റബ്ബാൻ്റെ കീഴിലാണ് പ്രവർത്തിച്ചു വന്നത്. അതിനാൽ 5 വണ്ണത്തെ കച്ചവട സംഘമായി മനസ്സിലാക്കുന്നതാണ് കൂടുതൽ യുക്തം. അടുത്തതായിട്ട് വരുന്നതാണ് ജൂതച്ചെപ്പേട്. കൊടുങ്ങല്ലൂരിലും പരിസര പ്രദേശങ്ങളുമായി കുടിയേറിയ ജൂതർ ഒരു സമൂഹമായി ഇവിടെ ജീവിക്കാൻ ആരംഭിക്കുകയും ജൂതപ്പള്ളികൾ നിർമ്മിക്കുകയും ചെയ്തു. സുഗന്ധദ്രവ്യങ്ങൾ, ദന്തം, തടി, പവിഴം തുടങ്ങിയവയുടെ വ്യാപാരത്തിൽ അവർ ഏർപ്പെട്ടു. സാമ്പത്തിക ഭദ്രത ആർജിച്ചതിനെ തുടർന്ന് അവർക്ക് രാജാക്കളിൽ നിന്നും നിരവധി വിശേഷാവകാശങ്ങളും അധികാരങ്ങളും ലഭിച്ചു. മധ്യ കേരളത്തിൽ ജൂത സമൂഹത്തിന് ലഭിച്ച പദവിയും പരിഗണനയും വെളിപ്പെടുത്തുന്നതാണ് പൊതുവർഷം 1000 ആണ്ടത്തെ ജൂത ചെപ്പേട്, അതായത് ജൂത ശാസനം. മുയിരിക്കോട് മുസിരിസ് ഇരുന്നരുളിയ ഭാസ്കര രവിവർമ്മൻ ജൂതപ്രമാണിയായ ജോസഫ് റബ്ബാന് 5 വണ്ണവും 72 പദവികളും നൽകുന്ന രേഖയാണിത്. അപ്പോൾ നേരത്തെ പറഞ്ഞ ഈ ജൂതച്ചെപ്പേടിൻ്റെ ഭാഗങ്ങളാണ് നേരത്തെ മലയാളത്തിൻ്റെ ഈ വട്ടെഴുത്ത് എന്ന രീതിയിൽ കാണിച്ചത് ജൂതച്ചെപ്പേട് അഥവാ ജൂതശാസനം. അപ്പോൾ ഈ ചെപ്പേട് 5 വണ്ണവും 72 പദവി നൽകുന്ന രേഖയാണിത്. പകൽ വിളക്ക്, പാവാട, പല്ലക്ക്, കാഹളം, തോരണം തുടങ്ങിയ പദവികളിൽ പെടുന്നു. ജൂതരുടെ സാമ്പത്തിക ജീവിതവും സാമൂഹിക പദവിയും അടയാളപ്പെടുത്തുന്ന ഈ ചെപ്പേട് കൊച്ചിയിലെ പരദേശിപ്പള്ളിയുടെ സൂക്ഷിപ്പിലാണ്. പദവികളെക്കുറിച്ചുള്ള ധാരാളം പരാമർശങ്ങൾ പെൺപാട്ടുകളിൽ വിശിഷ്യ കൊച്ചിയിൽ നിന്നുള്ളവയിൽ കേൾക്കാം. ഇവയെ ചെപ്പേടുകൾ എന്ന് പരാമർശിക്കുന്നു. ഇനിയുള്ളത് തെരിസാപ്പള്ളി ചെപ്പേട്. അടുത്ത ഒരു ചാപ്റ്ററായിട്ട് തന്നെ കൂട്ടാം നമുക്കിത്. പൊതുവർഷം 849 ചേരപ്പെരുമാളായ സ്ഥാണുരവിയുടെ കാലത്ത് വേണാട് ഗവർണറായിരുന്ന അയ്യനടികൾ കൊല്ലത്ത് തെരിസാപ്പള്ളി സ്ഥാപിച്ച മാർ സബർ ഈശോയ്ക്ക് സ്ഥാനമാനങ്ങളും അവകാശങ്ങളും നൽകുന്നതായുള്ള രേഖയാണ് തെരിസാപ്പള്ളി ചെപ്പേട്, അതായത് തെരിസാപ്പള്ളി ശാസനം. മതമേളനത്തിൻ്റെ മഹത്തായ പൂർവ്വകേരള മാതൃക തെരിസാപ്പള്ളി ചെപ്പേടിലെ ലിപിമേളനത്തിൽ കാണാം. കേരളത്തിലെ ജൂതസാന്നിധ്യം വെളിപ്പെടുത്തുന്ന ആധികാരിക രേഖയാണിത്. കൊല്ലത്തെ തെരിസാപ്പള്ളിക്ക് നൽകുന്ന ചെപ്പേടാണെങ്കിലും ഇതിൽ സാക്ഷികളായി ഒപ്പുവച്ചിരിക്കുന്നവരിൽ 4 ജൂതർ ഉൾപ്പെടുന്നു. ഹീബ്രു ലിപിയിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഇവരുടെ പേരുകൾ കൂടാതെ പഹ്ലവി, ഈ പഹ്ലവി എന്ന് പറഞ്ഞാൽ ഇറാനിലൊരു ഭാഷ കേട്ടോ, പേർഷ്യൻ ഭാഷയാണത്. പഹ്ലവി ലിപിയിൽ 10 ക്രൈസ്തവ പേരുകളും അറബി അതായത് കുഫിക് ലിപിയിൽ 11 മുസ്ലിം പേരുകളും ഇതിലുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ സൈഡിൽ കാണുന്നതാണ് കേട്ടോ കുഫിക് ലിപി.
ഇപ്പോൾ ഈ ക്യൂണിഫോം ലിപി എന്നൊക്കെ കേട്ടിട്ടില്ല, അതിൻ്റെ വേറൊരു പരിച്ഛേദമാണെന്ന് തോന്നുന്നു. ഇതാണ് കുഫിക് ലിപി എന്ന് പറഞ്ഞാൽ. അത് ഒരു അറബിയായിട്ട് സാമ്യമുള്ളതാണ്. അറബി അന്നേ കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു ലാംഗ്വേജ് ആണ് കേട്ടോ. അടുത്തതായിട്ട് പറയുന്നത് വെച്ചാൽ ചെപ്പേഡ് ഭാഷയാണ്. രാജശാസനങ്ങളിൽ ഉപയോഗിച്ചിരുന്ന, അത് ഇതേപോലെ തന്നെ ഒരു ചെറിയ സെൻറ്റൻസ് ആയിട്ടാണ്. ചെപ്പേഡ് ഭാഷ രാജശാസനങ്ങളിൽ ഉപയോഗിച്ചിരുന്ന ഗദ്യത്തിൻ്റെ മാതൃകയാണ് ചെപ്പേഡ് ഭാഷ. മലയാളം സ്വതന്ത്ര ഭാഷയായി വികസിക്കുന്നതിൻ്റെ അടയാളങ്ങൾ തെരേസാപ്പള്ളി ചെപ്പേഡിലുണ്ട്. കേരളത്തിലെ സുറിയാനി ക്രിസ്ത്യാനികളാണ് ഇപ്പോൾ ഇതിൻ്റെ അവകാശികൾ. ചെപ്പേഡിൻ്റെ ഭാഗങ്ങൾ കോട്ടയത്തെയും തിരുവല്ലയിലെയും ക്രൈസ്തവ കേന്ദ്രങ്ങളിൽ സൂക്ഷിച്ചിരിക്കുന്നു. ഈ ചെപ്പേഡ് ഇപ്പോഴും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. കാരണം ജൂതന്മാർ തന്നെ ഒരുപാട് പേര് മതം മാറി ക്രിസ്ത്യാനികളായിട്ടുണ്ട്. കേരളത്തിൽ എത്ര ജൂതർ എന്നതാണ് അടുത്തൊരു ചാപ്റ്റർ വരുന്നത്. കേരളത്തിൽ അനേകായിരം ജൂതരുണ്ടായിരുന്നു എന്നാണ് സൂചനകൾ കാണാം. ലഭ്യമായ ഔദ്യോഗിക കണക്കുകളിൽ ഒരു കാലത്തും 3000-ലധികം ആളുകൾ ഉണ്ടായിരുന്നതായി പറയുന്നുമില്ല. 1901 സെൻസസിൽ പള്ളികളനുസരിച്ച് ജൂതരുടെ ജനസംഖ്യ പറയുന്നുണ്ട്. 8 പള്ളികളിലായി ആകെ 1288 ജൂതർ. ഇവയിൽ കൊച്ചിക്കാർ 1137, ശേഷിക്കുന്ന 151 പേര് തിരുവിതാംകൂറിലാണ്. പറവൂർ പള്ളിയിൽ 133 പേര്, ചേന്നമംഗലത്ത് 149, മാളപ്പള്ളിയിൽ 100, വെളുത്ത ജൂതർ ആകെ 180. ജൂതർ കറുത്തവരും വെളുത്തവരും. അടുത്ത ചാപ്റ്ററാണ്. കോളനി വാഴ്ചക്കാലത്ത് പരദേശി ജൂതരെ വെളുത്ത ജൂതർ എന്നും മറ്റുള്ളവരെ കറുത്ത ജൂതർ എന്നും വിളിച്ചിരുന്നു. പരദേശികളല്ലാത്ത ജൂതർ മലബാറിസ് എന്നും പരാമർശിക്കപ്പെടുന്നു. വ്യത്യസ്ത ജൂത സമൂഹങ്ങൾ തമ്മിൽ സംഘർഷങ്ങളും വ്യവഹാരങ്ങളും കുറവല്ലായിരുന്നുവെന്ന് രേഖാശേഖരണങ്ങളിൽ നിന്നും മനസ്സിലാക്കാം. ഇനി നമ്മൾ പേജ് പോകുന്നത് 16 ഈ കാണുന്നത് പറവൂർ പള്ളിയിലുള്ള ജൂതരുടെ അൾത്താരയാണെന്ന് തോന്നുന്നു. ഞാനിപ്പോൾ ക്രിസ്ത്യൻസിനെ പരിചയമുള്ളതിൻ്റെ പേരിൽ അൾത്താര എന്ന് പറയുന്നു. ഇതാണെന്ന് തോന്നുന്നു. കാരണം ഇത് അവർ പൊളിച്ചുകൊണ്ട് പോയതാണ് ഇസ്രായേലിലോട്ട്. ഇത് പിന്നീട് ഗവൺമെൻറ് ഉണ്ടാക്കിയതാണ്. CNC കട്ടിംഗ് ആണെന്ന് തോന്നുന്നു. നല്ല ഒരു ക്വാളിറ്റിയുള്ള ഒരു വുഡിലാണ് തീർത്തിരിക്കുന്നത്. 16 ഈ ഒരു പിക്ചറാണ് കൊടുത്തിരിക്കുന്നത്. പേജ് നമ്പർ 17 വരുന്നത് ജൂതരുടെ പള്ളികൾ. കേരളീയ ജൂതരുടെ ആരാധനാലയത്തെ പള്ളി എന്നാണ് വ്യവഹരിച്ചു പോരുന്നത്. പള്ളി എന്നത് പാലി ഭാഷയിൽ നിന്നും കടം വന്ന പദമാണ്. കേരളത്തിലുണ്ടായിരുന്ന ബുദ്ധമതക്കാർ തങ്ങളുടെ ആരാധനാലയത്തെ പള്ളി എന്ന് വിളിച്ചു പോന്നു. കൂടാതെ ക്രിസ്ത്യൻ പള്ളി, മുസ്ലിം പള്ളി, ജൂതപ്പള്ളി എന്നിങ്ങനെയുള്ള പ്രയോഗങ്ങൾ വിശേഷണങ്ങളും കേരളത്തിലുണ്ട്. ജൂതപ്പള്ളി ആഗോളതലത്തിൽ അറിയപ്പെടുന്ന സിനഗോഗ് എന്നാണ്. കേരളത്തിൽ 12ഓളം ജൂതപ്പള്ളികൾ ഉണ്ടായിരുന്നതായി പറയപ്പെടുന്നു. ജൂതരുടെ ഇസ്രായേലിലേക്കുള്ള മടക്കയാത്രക്കാലത്ത് 8 പള്ളികൾ സജീവമായിരുന്നു. കൊച്ചി പരദേശി പള്ളി, തെക്കുംഭാഗം പള്ളി, കടവുംഭാഗം പള്ളി എന്നിവ എറണാകുളത്ത്. പേജ് നമ്പർ 18 പോകുന്നത്. എറണാകുളത്ത് തെക്കുംഭാഗം, കടവുംഭാഗം പള്ളികൾ കൂടാതെ മാളപ്പള്ളിയും ചേന്നമംഗലം പള്ളിയും, തെക്കുംഭാഗം കടവുംഭാഗം പള്ളികൾ കൂടാതെ മാളപ്പള്ളി, ചേന്നമംഗലം പള്ളി ഇവയെല്ലാം പഴയ കൊച്ചി രാജ്യത്താണ്. തിരുവിതാംകൂറിലുണ്ടായ ഏക ജൂതപ്പള്ളി പറവൂരിലാണ്. അപ്പോൾ പറവൂരിലുള്ള പള്ളി ആണ് തിരുവിതാംകൂറിലെ ഏക ജൂതപ്പള്ളി. ഇവിടെ ചെറിയൊരു സെൻറ്റൻസ് ഉണ്ട്. ആ സെൻറ്റൻസ് വരുന്നത് ഇങ്ങനെയാണ്: ഇസ്രയേലിലേക്ക് മടങ്ങിപ്പോയതിനു ശേഷവും കുടുംബവേരുകൾ വെളിവാക്കുമ്പോൾ വ്യത്യസ്ത പള്ളിക്കാരായിട്ടാണ് കേരളത്തിൽ നിന്നുള്ള ജൂതർ പരിചയപ്പെടുത്തുന്നത്. ഇനി അടുത്ത ഇത് വരുന്നത് കൊച്ചിയിലെ ജൂതപ്പള്ളികൾ എന്നതാണ്. അപ്പോൾ ഇവിടെ കടവുംഭാഗം പള്ളിയുടെയും പരദേശി പള്ളിയുടെയും ഫോട്ടോസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. കൊച്ചിയിലെ ആദ്യത്തെ ജൂതപ്പള്ളി കൊച്ചങ്ങാടി എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഇത് 1341 സ്ഥാപിച്ചു എന്നാണ് പാരമ്പര്യ ആഖ്യാനം. 1789 വരെ ഈ പള്ളി നിലനിന്നിരുന്നതായി കരുതപ്പെടുന്നു. കൊടുങ്ങല്ലൂരിലായിരുന്ന കാലത്ത് പട്ടണത്തിൻ്റെ 2 ഭാഗത്തും തെക്കും ഭാഗം പള്ളിയും കടവുംഭാഗം പള്ളിയും ഉണ്ടായിരുന്നു. മട്ടാഞ്ചേരിയിലെത്തിയപ്പോൾ പൂർവ്വ മാതൃക അനുസരിച്ച് തെക്കും ഭാഗവും കടവും ഭാഗവും പള്ളികളുണ്ടായി. കടവുംഭാഗം പള്ളി 1539 തെക്കുംഭാഗം പള്ളി 1647 നിർമ്മിച്ചു. ഈ 2 പള്ളികളും ഇപ്പോഴില്ല. ജൂത സ്ത്രീകളുടെ പള്ളിപ്പാട്ടിൽ അവ നിലനിൽക്കുന്നുണ്ട്.
കടവമ്പാകം പള്ളിയുടെ നിർമ്മാണത്തിന് സംഭാവന നൽകിയവരിൽ കൊച്ചി മഹാരാജാവും കൊല്ലം ബിഷപ്പും കൊച്ചിയിലെ ദിവാനും ഉൾപ്പെടുന്നുണ്ട്. ഇക്കാര്യങ്ങൾ ഒരു ഫലകത്തിൽ രേഖപ്പെടുത്തി സൂക്ഷിച്ചിരുന്നു. പ്രസിദ്ധമായ പരദേശി സിനഗോഗ് 1568 നിർമ്മിച്ചത്. പരദേശി സിനഗോഗിൻ്റെ മേലന്വേഷകർ മുതലിയാർ എന്നറിയപ്പെട്ടു. ബ്രിട്ടീഷ് കോമൺവെൽത്തിലെ ഏറ്റവും പഴക്കമുള്ള ജൂതപ്പള്ളിയാണ് പരദേശി സിനഗോഗ് വിശേഷിക്കപ്പെടുന്നത്. കേരളത്തിലെ ജൂത സാന്നിധ്യം അടയാളപ്പെടുത്തുന്നവയാണ് ചെറുതും വലുതും പഴയതും പുതിയതുമായ ജൂതപ്പള്ളികൾ. വിദേശ സഞ്ചാരികളുടെ കുറിപ്പുകൾ, ജൂത പെൺപാട്ടുകൾ, അങ്ങിങ്ങ് കാണുന്ന ശിലാലിഖിതങ്ങൾ തുടങ്ങിയവയാണ് ചരിത്രത്തിൻ്റെ കൈചൂണ്ടികൾ. ഇന്ന് അവശേഷിക്കുന്ന ജൂതപ്പള്ളികളിൽ സുദീർഘമായ പാരമ്പര്യം തുറയ്ക്കുന്നത് പറവൂരിലെ പള്ളിക്കാണ്. അപ്പോൾ ഈ കാണുന്നത് പറവൂരിലെ പള്ളിയാട്ടോ. ഞാൻ ഷൂട്ട് ചെയ്ത് കാണിച്ചിരുന്ന പറവൂരിലെ പള്ളിയാണ് ഈ കാണുന്നത്. അടുത്ത ഇത് വരുന്നത് പറവൂർ ജൂതപ്പള്ളി. പൊതുവർഷം 1164 മുതൽ പലവട്ടം പുതുക്കി പണിതാണ് പറവൂർ ജൂതപ്പള്ളി. ഇക്കാര്യം കൽപ്പലകയിൽ കുറിച്ചു വച്ചിരിക്കുന്നു. അതിലെ വർഷം 1586 എന്നും 1616 എന്നും വായിച്ചെടുക്കുന്നു. ജൂതരുടെ പെൺപാട്ടുകളിലെ പറവൂര് പള്ളിപ്പാട്ട് പള്ളിയുടെ ഭംഗിയും പോർച്ചുഗീസുകാരുടെ ആക്രമണവും വിവരിക്കുന്നുണ്ട്. അപ്പോൾ ഞാനവിടെ ഷൂട്ട് ചെയ്ത സമയത്ത് നിങ്ങളെ കാണിച്ചിരുന്നു. ഇത് കാണാത്തവർക്ക് വീഡിയോ ഞാൻ എന്തായാലും ഇവിടെ കൊടുത്തേക്കാം കേട്ടോ, ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അവിടെ ഞാൻ കാണിച്ചിരുന്നു. പണ്ടത്തെ പള്ളിയുടെ തറ ഞാൻ കാണിച്ചു തന്നിരുന്നു. അതിനുശേഷം വരുന്ന മാളപ്പള്ളിയാണ്. ഇത് മാളപ്പള്ളിയാണ് കേട്ടോ ഈ കാണുന്നത്. കംപ്ലീറ്റ് ആയിട്ടില്ല, ഇനി കംപ്ലീറ്റ് ആവാനുണ്ട് വർക്കും കാര്യങ്ങളൊക്കെ. മാളപ്പള്ളിയുടെ ചരിത്രം പള്ളിപ്പാട്ടിൻ്റെ രൂപത്തിൽ ലഭ്യമാണ്. കൊടുങ്ങല്ലൂർ രാജാവ് എല്ലാ കുലത്തിലുമുള്ളവർ തൻ്റെ നാട്ടിലുണ്ടാകണമെന്നാണ് ആഗ്രഹിച്ചത്. അതുകൊണ്ട് രൂപം കൊണ്ടതാണത്രേ മാളപ്പള്ളി സമൂഹം. എല്ലാ കുലമെൻ്റെ നാട്ടിലുമുണ്ടെന്ന് ജൂതർ കുലമെൻ്റെ നാട്ടിലും മുല്ലെന്ന് നിങ്ങൾ 10 കൂടി ഇവിടെ ഉറക്കണം. കാർക്കുഴലി, അത് കാർക്കുഴലി എന്ന് പറഞ്ഞാൽ ഇവരുടെ പാട്ട് തന്നെയാണ് കേട്ടോ, പെൺപാട്ട് തന്നെയാണ്, ജൂതരുടെ പെൺപാട്ടാണ്. അപ്പോൾ ഇതിൻ്റെ അർത്ഥം വരുന്ന എല്ലാ കുലം എൻ്റെ നാട്ടിലുണ്ട്, അപ്പോൾ ജൂതരുടെ കുലവും എൻ്റെ നാട്ടിലുണ്ടാവണം എന്നായിരുന്നു അന്നത്തെ രാജാവിൻ്റെ ആഗ്രഹം. കേരളത്തിലെത്തിയ വൈദേശിക മതങ്ങൾക്ക് നല്ല സ്വീകാര്യതയാണ് ലഭിച്ചത്. വൈവിധ്യം പ്രശ്നമായിട്ടല്ല, സമ്പത്തായിട്ടാണ് കേരള സമൂഹം പരിഗണിച്ചത്. തൻ്റെ നാട്ടിൽ നാനാ വംശക്കാരുണ്ട്, ജൂതർ മാത്രം ഇല്ല. അതുകൊണ്ട് നിങ്ങളിവിടെ പാർക്കണം എന്നാവശ്യപ്പെടുന്ന രാജാവിൻ്റെ വാഗ്മയ ചരിത്രം തലമുറകളിലൂടെ പകർന്നു വന്നതാണ്. പൊതുവർഷം 1597 സ്ഥാപിച്ചതാണ് മാള പള്ളി. മാളയിലെ ജൂതർ ഇസ്രായേലിലേക്ക് മടങ്ങിയപ്പോൾ പള്ളി കെട്ടിടം പഞ്ചായത്തിന് കൈമാറി. പറവൂരിലെ ജൂതപ്പള്ളി പൊതുവർഷം 1164 മുതൽ പലവട്ടം പുതുക്കി പണിതതാണ്. യൂറോപ്പിൽ നിന്നും കോളനി വാഴ്ചക്കാലത്ത് കേരളത്തിലെത്തിയ ജൂതരാണ് പരദേശി പള്ളിക്കാർ. കൊച്ചിയിലെ ഭരണാധികാരികളും കോളനി വാഴ്ചക്കാരും വിശിഷ്യ ഡച്ചുകാരും ബ്രിട്ടീഷുകാരും യൂറോപ്പിൽ നിന്നെത്തിയ വെള്ളക്കാരായ ജൂതരുടെ സാമ്പത്തികവും സാമൂഹികവുമായ പുരോഗതിക്ക് ആക്കം കൂട്ടി. എണ്ണത്തിൽ കുറവായിരുന്നെങ്കിലും അവർ വാണിജ്യത്തിലും കൃഷിയിലും മുന്നേറി. പരദേശി പള്ളി ഒഴിച്ചുള്ള മറ്റ് 7 പള്ളികളാണ് പരമ്പരാഗത കേരള ജൂതരുടെ പള്ളികൾ. ഇവരുമായെല്ലാം സഹകരിച്ചു. കേരളത്തിലെ ജൂതജീവിതത്തിൻ്റെ നേതൃസ്ഥാനത്ത് പരദേശി പള്ളിയിലെ മുത്തമുതലിയാർ പ്രവർത്തിച്ചു വന്നതായി പള്ളിപ്പാട്ടുകൾ സാക്ഷ്യപ്പെടുത്തുന്നു. പൈങ്കിളിയുടെ പാട്ട് ജൂതരുടെ കേരള പ്രവേശനത്തിൻ്റെ കഥ പറയുന്നു. പൈങ്കിളിയുടെ പാട്ട് തുടക്കം മുതൽ ഒടുക്കം വരെ വികാരോജ്വലമാണ്. ഈ പെൺപാട്ട് ഇത് കൈകൊട്ടിക്കളിക്ക് പാടിയിരുന്നു. പാലോട് പഴന്തരിവൻ പൈങ്കിളി നിനക്കൻ എന്നു തുടങ്ങുന്ന പാട്ടിൽ ജൂതരുടെ കേരള പ്രവേശനത്തിൻ്റെ ഓരോരോ ഘട്ടങ്ങൾ ഹൃദയസ്പർശിയായും ഭാവനാത്മകമായും അവതരിപ്പിച്ചിട്ടുണ്ട്. പൈങ്കിളിയുടെ പാട്ട് കാർക്കുഴലി ബെൻസി ഇൻസ്റ്റിറ്റ്യൂട്ട് ജെറുസലേം 2005. അപ്പോൾ അവിടെ ഒരു മ്യൂസിയം ഉണ്ട് ജെറുസലേമിൽ. ഹിച്ച് ഹൈക്കിംഗ് നൊമാദിൻ്റെ വീഡിയോയിൽ ആ ഒരു മ്യൂസിയത്തെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ജൂതരുടെ വരവിനെക്കുറിച്ചുള്ള കേരള ജൂതരുടെ
വാമൊഴി വഴക്കം ജൂത പെൺപാട്ടുകളിൽ കേൾക്കാം. പൈങ്കിളിയുടെ പാട്ട്, മാളപ്പള്ളിയുടെ പാട്ട്, എവറായുടെ പാട്ട് എന്നിവ ഉദാഹരണങ്ങൾ. ചെപ്പേടുകളെക്കുറിച്ചുമുണ്ട് പെൺപാട്ടുകൾ. അപ്പോൾ ഇത്രയും പെൺപാട്ടുകളാണ് പാട്ടുകളൊക്കെ ഉള്ളത്. പെൺപാട്ട് മാത്രമല്ല, ഒരുപാട് പാട്ടുകളുണ്ട്. അടുത്തത് പള്ളിപ്പാട്ടുകൾ. അപ്പോൾ ഇവിടെ ചെറിയൊരു പിക്ചറൊക്കെ ഉണ്ട്. ജൂതർ കാഹളം മുഴക്കുന്നത് ഈ ഒരു കൊമ്പിലൂടെയാണ്. ജൂതർക്ക് സമ്പന്നമായ പാട്ടുശേഖരമുണ്ട്. അതിലൊരു ഇനമാണ് പള്ളിപ്പാട്ടുകൾ. പള്ളിപ്പാട്ടുകളിൽ വ്യത്യസ്ത ജൂത സമൂഹങ്ങളെക്കുറിച്ചും അവരുടെ പള്ളികളെക്കുറിച്ചും പ്രതിപാദിക്കുന്നുണ്ട്. ഓരോ സമൂഹത്തിൻ്റെയും വ്യത്യസ്തതയും ആത്മദർശനവും പള്ളിപ്പാട്ടുകൾ വെളിപ്പെടുത്തുന്നു. വ്യത്യസ്ത ജൂത സമൂഹങ്ങൾ തമ്മിലുള്ള ബന്ധം, പൊതുസമൂഹവും ജൂതരും തമ്മിലുള്ള പാരസ്പര്യം, ജൂത ജീവിതത്തിൽ പള്ളിക്കുണ്ടായിരുന്ന സ്ഥാനം, പള്ളിക്കെട്ടിടത്തിൻ്റെ നിർമ്മാണം തുടങ്ങി വിവിധ വിഷയങ്ങളിൽ പള്ളിപ്പാട്ടുകൾ കടന്നു വരുന്നുണ്ട്. കേരളത്തിലെ ജൂതരുടെ ജീവിതം ആരാധനാലയമായ പള്ളിയെ കേന്ദ്രമാക്കിയിട്ടുള്ളതായിരുന്നു. നൂറ്റാണ്ടുകളോളം ഒറ്റപ്പെട്ട് കഴിഞ്ഞിട്ട് ജൂതവിശ്വാസങ്ങളും ആചാരങ്ങളും നിലനിർത്താൻ കഴിഞ്ഞത് സിനഗോഗിനോടുള്ള അടുപ്പവും അവിടുത്തെ സജീവമായ പ്രവർത്തനങ്ങളും കൊണ്ടാണെന്ന് ഇന്നും ജൂതർ വിശ്വസിക്കുന്നു. മലയാളി ജൂതരുടെ പള്ളി ഭക്തി വെളിവാക്കുന്നവയാണ് പള്ളിപ്പാട്ടുകൾ. പള്ളിപ്പാട്ടുകളുടെ തുടക്കത്തിലും ഒടുക്കത്തിലും കാണുന്ന സ്തുതിപ്പുകൾ അവയുടെ കീർത്തന സ്വഭാവമാണ് കാണിക്കുന്നത്. 23-ാമത്തെ പേജിലോട്ടാണ്. അതിനു മുമ്പ് ഇവിടെ ഒരു പിക്ചറൊക്കെ കൊടുത്തിട്ടുണ്ട്. അതെന്തോ കരോൾ സംഘം പോലെയാണ് എനിക്ക് തോന്നുന്നത്. കരോൾ സംഘം അല്ലല്ലോ, പള്ളിയിൽ പാട്ട് പാടുന്ന സംഘമില്ലേ, കൊയർ, ആ ടീമിനെ പോലെയാണ് തോന്നുന്നത്. അപ്പോൾ അവരുടെ ഏതോ പെൺപാട്ട് പാടുന്ന ടീമായിരിക്കാം. ഇതിൽ പറവൂര് പള്ളിപ്പാട്ട് പതിവ് വൃത്താന്തങ്ങൾക്ക് പുറമെ കൗതുകകരമായ ഒരു സംഭവം രേഖപ്പെടുത്തുന്നുണ്ട്. പോർച്ചുഗീസുകാർ പറവൂർ പള്ളിക്ക് നേരെ വെടിയുതിർക്കുന്നു. പള്ളിക്ക് കേടുപാടുകൾ ഉണ്ടായി തിരികെ പോകാനായി വള്ളത്തിൽ കയറിയ പട്ടാളക്കാരോട് ന്യായാന്മയുള്ള വള്ളക്കാരൻ ചോദിച്ചു, ഇവരിക്ക് ഉള്ള കൊലം എത്ര ആശ്രയിച്ച അതിന് വേണ്ടുന്നത് എല്ലാം എടുത്തുകൂട്ടി. കേരളീയ പൊതുസമൂഹത്തിൻ്റെ ധർമ്മരോഷമാണ് വള്ളക്കാരൻ്റെ വാക്കുകളിലൂടെ ജൂത സ്ത്രീകൾ പാടിപ്പാടി നിലനിർത്തിയതെന്ന് ഡോക്ടർ സ്കറിയ സക്കറിയ നിരീക്ഷിക്കുന്നു. വള്ളക്കാരന് നൽകിയിരിക്കുന്ന ന്യായാന്മയുള്ള, അതായത് ന്യായബോധമുള്ള എന്ന വിശേഷണം ചുറ്റുവട്ടത്തെ പൊതുബോധത്തിൽ നിന്നും ഉയർക്കൊണ്ടതാണ്. ന്യായബോധമുള്ള നാട്ടുകാരെ പരദേശിയുടെ ഈ അതിക്രമം അംഗീകരിക്കാൻ കഴിയുന്നില്ല. ഇത് കേരളത്തിൻ്റെ പൊതുമണ്ഡലത്തിൻ്റെ മതപരമായ ന്യായബോധത്തിന് ലഭിച്ച അംഗീകാരമാണ്. അയാളുടെ ചോദ്യരൂപത്തിലുള്ള വിമർശനം മലയാളി മനസ്സിൻ്റെ സ്വാഭാവിക പ്രതികരണമാണ്. അഥവാ അങ്ങനൊരു പൊതുസമൂഹത്തെയാണ് ജൂതർ തങ്ങളുടെ പാട്ടുകളിലൂടെ അവതരിപ്പിച്ചിരിക്കുന്നത്. ജൂതപ്പള്ളികൾ തനിമയും സ്വാധീനവും. അമ്പലങ്ങൾ, പള്ളികൾ, മോസ്കുകൾ എന്നിവയിലെന്ന പോലെ ജൂതപ്പള്ളികളിലും കേരളീയ ശില്പവിദ്യ പ്രകടമാണ്. തടിപ്പണിയാണ് പ്രധാനം. ജൂതരുടെ പള്ളിപ്പാട്ടുകളിൽ പള്ളികളുടെ പണികളെക്കുറിച്ചുള്ള വിവരണങ്ങളും ഉള്ളടങ്ങാറുണ്ടെന്ന് സൂചിപ്പിച്ചുവല്ലോ. പള്ളി പണിയുന്നയാളുടെ കുടുംബപ്പേര് പാട്ടിൽ എടുത്തു പറയാറുണ്ട്. അയാളാവണം മുഖ്യ ശില്പി. പള്ളിപ്പണിയുടെ തുടക്കമെന്നോണം അടിക്കല്ലിടുന്ന ചടങ്ങ് നടത്തി വന്നിരുന്നു. കല്ലിടുമ്പോൾ അടിക്കല്ലിടുന്ന ചടങ്ങ് നടത്തി വന്നിരുന്നു. കല്ലിടുമ്പോൾ വെടിയും കുരവയും കുഴൽവിളിയും എല്ലാം ഉണ്ടായിരുന്നു. ആശാരിക്ക് പട്ടും വളയും കൊടുക്കുന്ന സമ്പ്രദായം ഉണ്ടായിരുന്നു. വിശാലമായ മുറ്റം പാശ്ചാത്യരുടെ ദൃഷ്ടിയിൽ കേരളീയ ജൂതപ്പള്ളിയുടെ സവിശേഷതയാണ്. അപ്പോൾ ഈ കാണുന്നത് ജൂതപ്പള്ളിയിൽ ലേഡീസ് ഇരിക്കുന്ന ഏരിയയും അവിടുത്തെ റബ്ബിമാർ പഠിക്കുന്ന ഏരിയയും ഒക്കെ വേർതിരിക്കുന്ന ഒരു പോർഷനാണ് കേട്ടോ. ഇത് ഞാൻ ഇവിടെ കണ്ടിരുന്നു. നമ്മുടെ മാളപ്പള്ളിയിൽ, ചേന്നമംഗലം പള്ളിയിലൊക്കെ കണ്ടിരുന്നു. ഇവിടെ ചെറിയൊരു സെൻറ്റൻസ് ഉണ്ട്. 10 തത്ത ഒത്തുകൂടി എന്നാണ് അതിൻ്റെ ഒരു ക്യാപ്ഷൻ വന്നിരിക്കുന്നത്. ജൂതപ്പള്ളിയിൽ പൊതുപ്രാർത്ഥന നടത്താൻ പ്രായപൂർത്തിയായ 10 പുരുഷന്മാർ ഒത്തുകൂടണം. ഈ കോറത്തിന് മിനിയാൻ എന്ന് പറയുന്നു. പൈങ്കിളിയുടെ പാട്ടിൽ 10 തത്ത ഒത്തുകൂടിയേൻ എന്ന ഇക്കാര്യം കാവ്യാത്മകമായി സൂചിപ്പിച്ചിരിക്കുന്നു. കേരളത്തിൽ ഇപ്പോൾ പ്രാർത്ഥന നടക്കുന്നത് കൊച്ചിയിലെ പരദേശിപ്പള്ളിയിൽ മാത്രമാണ്. മറ്റു പള്ളികളിൽ ആവശ്യമായ അംഗബലമില്ല. അടുത്തത് പാദരക്ഷകൾ ഊരിവെക്കുക. സിനഗോഗിൻ്റെ പ്രവേശന കവാടത്തിന് അടുത്തുള്ള മുറിയാണ് അസാറ. ഇവിടെ പാദരക്ഷകൾ ഊരിവെച്ചിട്ടാണ് പള്ളിയിലേക്ക് പ്രവേശിക്കുന്നത്.
പാദരക്ഷകൾ ഊരി വയ്ക്കുക എന്നത് കേരളീയ ആചാരമാണ്. ചേന്നമംഗലം ജൂതപ്പള്ളിയുടെ ഈശാനകോണിൽ കിണറും നിർമ്മിച്ചിട്ടുണ്ട്. അത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു, വളരെ പഴക്കമുള്ളൊരു കിണർ. അടുത്ത് കാണുന്നത് ജൂതർ വന്നിട്ട് എന്താ പറയുക, പ്രാർത്ഥിക്കുന്ന അല്ലെങ്കിൽ തോറ വായിച്ച് മുസ്ലിങ്ങൾ ദുആ ചെയ്യാന്ന് പറയും. അതുപോലൊരു സിസ്റ്റമാണിത്. ഇവിടെ വന്നിട്ടാണ് പ്രധാനമായും പ്രാർത്ഥിക്കുക. ബാക്കി എല്ലാവരും കൂടെ പ്രാർത്ഥിക്കുകയാണ് ചെയ്യാറ്. ഭേമ തേവ, തോറ വായിക്കാനുള്ള പീഠമാണ് ഭേമ. പറവൂർ പള്ളിയിൽ ഇപ്പോൾ കാണുന്നത് പഴയ ഭേമയുടെ പകർപ്പാണ്. ഇവിടെ ആരാധന നിലച്ചപ്പോൾ പഴയ ഭേമ ഇസ്രയേലിലേക്ക് കൊണ്ടുപോയി. അത് ജെറുസലേമിലെ ഇസ്രയേൽ മ്യൂസിയത്തിൽ കാണാം. ഭേമയ്ക്ക് തേവ എന്നൊരു പേരുമുണ്ട്. ബാൽക്കണിയിൽ രണ്ടാമതൊരു തേവ കൂടി ഉണ്ടെന്നത് കേരളത്തിലെ ജൂതപ്പള്ളികളുടെ പ്രത്യേകതയാണ്. ശാബത്ത് ദിനത്തിലും പെരുന്നാളുകളിലും രണ്ടാം തേവയിൽ നിന്നും തോറ വായിക്കും. കേരളത്തിലെ ജൂതപ്പള്ളിയുടെ ഘടനയിൽ സവിശേഷമാണ് സ്ത്രീകൾക്കുള്ള ഇരിപ്പിടം. ഇന്നത്തെ നിലയിൽ ബാൽക്കണി എന്ന് വിശേഷിപ്പിക്കാവുന്നിടത്താണ് സ്ത്രീകളുടെ ഇടം. അവിടെ നിന്നാൽ പള്ളിയിൽ നടക്കുന്ന ചടങ്ങുകൾ കാണാം. വേദപാരായണവും പ്രാർത്ഥനയും കേൾക്കാം. പള്ളിയിലേക്ക് സ്ത്രീകൾക്ക് പ്രവേശിക്കാൻ പുറത്തുനിന്നും പ്രത്യേകം ഗോവണിയുണ്ട്. പള്ളിക്കുള്ളിൽ നിന്നുള്ള ഗോവണി വഴിയാണ് രണ്ടാം തേവയിലേക്ക് തോറ വായിക്കാൻ കടന്നു വരുന്നത്. അടുത്തൊരു വരുന്നത് തൂക്കുവിളക്കുകൾ. തൂക്കുവിളക്കുകൾ കൊണ്ട് ജൂതപ്പള്ളികൾ അലങ്കരിച്ചിരുന്നു. പരദേശി പള്ളിയിൽ 78 തൂക്കുവിളക്കുകൾ വരെ ഉണ്ടായിരുന്നു. പള്ളി വിളക്കുകളിൽ പ്രധാനം ആർക്കിന് മുന്നിലുള്ള തൂക്കുവിളക്കാണ്. ചട്ടവും വിളക്ക് എന്നാണ് ഇതിനെ വിളിക്കുന്നത് കേട്ടോ. നിത്യവിളക്ക് എന്ന് വിശേഷിപ്പിക്കാവുന്നതാണിത്. ഇതിനു പുറമെ ചങ്ങല വിളക്ക്, വൃക്ഷ മാതൃകയിലുള്ള വിളക്ക് തുടങ്ങിയവയും ഉപയോഗിച്ചിരിക്കുന്നു. ഈ വൃക്ഷ മാതൃകയിലുള്ള വിളക്ക് ഞാൻ നിങ്ങൾക്കിവിടെ കാണിച്ചു തരാം, പറയാത്തവർക്ക് വേണ്ടിയിട്ടാണ്. ഇതാണ് വൃക്ഷ മാതൃകയിലുള്ള വിളക്ക് എന്ന് പറയുന്നത്. ഇതൊരു ക്യാൻഡിൽ സ്റ്റാൻഡാണ് കേട്ടോ. ഇപ്പോൾ ക്യാൻഡിലാണ് കത്തിക്കുന്നത്. പിന്നെ ഒലിവാണ് പിന്നെ ഇവർ കത്തിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. അപ്പോൾ വൃക്ഷ മാതൃകയിലുള്ള വിളക്ക് തുടങ്ങിയവ ഉപയോഗിച്ചിരുന്നു. കേരളീയ പാരമ്പര്യത്തിൻ്റെ അടയാളങ്ങൾ വിളക്കുകളിലും തെളിഞ്ഞു കാണാം. കേരളീയതയും ജൂത പാരമ്പര്യവും ഒരുപോലെ ഉൾച്ചേർന്നതാണ് പറവൂർ പള്ളിയുടെ ഘടന. വാസ്തുശില്പികൾ ഏറെ വാഴ്ത്തുന്ന പറവൂർ പള്ളിക്ക് പടിപ്പുരയുണ്ട്. അത് ഞാൻ കാണിച്ചിരുന്നു, പടിപ്പുരയും കാര്യങ്ങളൊക്കെ. തെരുവിൽ നിന്നും പടിപ്പുര കടന്ന് നടവഴിയിലൂടെ ഭേമ വരെയുള്ള ഗതിയും പള്ളിയുടെ മറ്റു ഭാഗങ്ങളുമായുള്ള ബന്ധവും ശ്രദ്ധേയമാണ്. ഓരോ ഭാഗത്തെയും മറ്റു ഭാഗങ്ങളോട് ബന്ധിപ്പിച്ചിരിക്കുന്ന രീതി കൗതുകരമാണ്. തെരുവിൽ നിന്നും അകത്തെ ഹെക്കൽ വരെ ഇത്ര നീണ്ടു കിടക്കുന്ന നടവഴി മറ്റിടങ്ങളിലില്ല. തടിയിൽ കൊത്തുപണി ചെയ്ത് മനോഹരമാക്കിയവയാണ് ആർക്കുകളും എഹാലുകളും. സ്പെയിനിലെയും ഇറ്റലിയിലെയും അലങ്കാര വിദ്യകളുടെ സ്വാധീനവും ഇവയിൽ കാണാം. റബ്ബാനി ഒരു ചെറിയൊരു സെൻറ്റൻസാണ്. പറവൂർ പള്ളി കേരളത്തിലെ ജൂതരുടെ പ്രധാന വേദപഠന കേന്ദ്രം കൂടിയായിരുന്നു. വേദവിജ്ഞാനം പകരുക, വേദച്ചുരുൾ പകർത്തുക തുടങ്ങിയ പ്രവർത്തനങ്ങളും ഇവിടെ നടന്നിരുന്നു. പടിപ്പുരയ്ക്ക് മുകളിലായിരുന്നു വേദപഠന കേന്ദ്രം. അത് ഇവിടെയാണ് കേട്ടോ, പറവൂർ പള്ളിയിലാണ്. ബാക്കി നമ്മുടെ ഇവിടെ നമ്മുടെ മാളപ്പള്ളി ഒക്കെ നമുക്ക് കാണുമ്പോൾ കറക്റ്റായിട്ട് മനസ്സിലാവും. നമ്മുടെ സാധാരണ സിനഗോഗിനോട് ചേർന്നിട്ട് തന്നെയാണ്. അടുത്തത് ഷിംഗ്ലി ഈണം. കേരളത്തിലെ ജൂതപ്പള്ളികളിൽ നിന്ന് ഉയരുന്ന പ്രാർത്ഥനാനാദത്തിനുമുണ്ട് സവിശേഷത. അതാണ് പ്രാർത്ഥനകളുടെ ഷിംഗ്ലി ഈണം. ഷിംഗ്ലി എന്നത് ജൂത പാരമ്പര്യത്തിൽ കൊടുങ്ങല്ലൂരാണ്. ജൂതരുടെ കേരളത്തിലെ ആദ്യ വാസസ്ഥാനമായ കൊടുങ്ങല്ലൂരിനെ കുറിക്കാൻ അവരുപയോഗിക്കുന്ന പദമായ ഷിംഗ്ലി ചങ്ങല അഴിയുടെ വൈദേശിക ഭാഷ പാഠമാവാം എന്നൊരു കംപ്ലീഷൻ ഉണ്ട് അവിടെ. കൊടുങ്ങല്ലൂർ അഴിക്ക് ചങ്ങല അഴി എന്ന് പേരുണ്ടായിരുന്നു. ജൂതരുടെ ആരാധനാഗീതങ്ങൾ ഹീബ്രു ഭാഷയിലുള്ളതാണ്. കേരളീയം എന്ന് വിശേഷിപ്പിക്കാവുന്ന ഈണത്തിലാണ് ജൂതർ ഇവ ആലപിച്ചിരുന്നത്. ഇതിനെയാണ് ഷിംഗ്ലി ഈണം എന്ന് പറയുന്നത്, ഷിംഗ്ലി ട്യൂൺ എന്ന് പറഞ്ഞു വരുന്നത്. പള്ളിയോഗം. സഭയും മൂപ്പനാരുമാണ് ജൂത സമൂഹത്തിലെ അധികാര സ്ഥാനങ്ങൾ. വിവിധ പള്ളി സമൂഹങ്ങളിൽ വ്യത്യസ്ത പ്രതിനിധി സഭകളുണ്ട്. യോഗം എന്ന പേരിലാണ് ഇവ അറിയപ്പെടുന്നത്. 7 സിനഗോഗുകളുടെ പ്രതിനിധികൾ ഒത്തുചേരുന്ന സഭയും ഉണ്ടായിരുന്നു. 7 ലോകത്തുള്ള യോഗത്തെ അറിയിച്ചൂതേ എന്ന് മാളപ്പള്ളിയുടെ പാട്ടിൽ കേൾക്കാം.
ഇത്തരം ജനാധിപത്യപരമായ ഭരണക്രമം കോളനീകരണത്തിന് മുമ്പ് പ്രാചീന കേരള ക്രൈസ്തവ സമൂഹത്തിൽ നിലനിന്നിരുന്നുവെന്ന് ഡോക്ടർ സ്കറിയ സക്കറിയ അഭിപ്രായപ്പെടുന്നു. ജൂതപ്പള്ളികൾക്ക് ധാരാളം സ്വത്തുക്കൾ ഉണ്ടായിരുന്നു. അതിൻ്റെ വിഭജനത്തെ ചൊല്ലിയുള്ള തർക്കങ്ങളെല്ലാം തീരുമാനമെടുത്തിരുന്നത് യോഗവും മൂപ്പന്മാരുമാണ്. പുതിയ പള്ളി പണിയാൻ യോഗത്തിന് അനുമതി വേണമായിരുന്നു. ജൂതരുടെ ഇസ്രായേലിലോട്ടുള്ള കുടിയേറ്റക്കാലത്ത് പോലും യോഗത്തിൻ്റെ പ്രവർത്തനം സജീവമായിരുന്നുവെന്ന് അക്കാലത്തെ പള്ളി രേഖകൾ വ്യക്തമാക്കുന്നുണ്ട്. തർക്കങ്ങളും കേസുകളും ഉണ്ടായിരുന്നെങ്കിലും ജനാധിപത്യപരമെന്ന് വിശേഷിപ്പിക്കപ്പെടേണ്ട സമുദായ ഘടനയുടെ ചിഹ്നമാണ് യോഗം. 7 പള്ളികൾ 7 യോഗം എന്നെല്ലാം ജൂതരേഖകൾ കാണാം. കേരളത്തിൽ 12 ജൂതപ്പള്ളികൾ ഉണ്ടായിരുന്നുവെന്ന് പറയപ്പെടുന്നുണ്ടെങ്കിലും ജൂതരുടെ ഇസ്രായേലിലേക്കുള്ള മടക്ക യാത്രയുടെ കാലത്ത് 1950കളിൽ 8 പള്ളികളാണ് സജീവമായി ഉണ്ടായിരുന്നത്. പരദേശി പള്ളി ഒഴികെയുള്ള പള്ളികളിൽ ഉണ്ടായിരുന്ന വസ്തുക്കൾ ഇപ്പോൾ ലോകത്തിൻ്റെ പല ഭാഗത്തുള്ള ജൂത മ്യൂസിയങ്ങൾ കാണാം. തോറ ഇതാണ് കേട്ടോ തോറ. അത് ചെറിയൊരു കിരീടമൊക്കെ ഉള്ള ചെറിയൊരു ബോക്സിലാണ് അവർ സൂക്ഷിക്കുക. തോറ ഹീബ്രു ബൈബിളിലെ ആദ്യത്തെ 5 പുസ്തകങ്ങളാണ് തോറ. ജൂതവിജ്ഞാനത്തിൻ്റെയും നിയമത്തിൻ്റെയും മർമ്മമാണിത്. തോറ രേഖപ്പെടുത്തിയ തുകൽ ചുരുൾ ഒരു പേടകത്തിൽ വയ്ക്കും. ഇതാണ് സെഫർ തോറ. അലങ്കാരപ്പണികളുള്ള എഹാലിൽ സെഫർ തോറ സൂക്ഷിക്കുന്നു. 52 ആഴ്ചകൾ കൊണ്ട് കന്നി അതായത് തിസരി മാസത്തിലെ പെരുന്നാൾ മുമ്പായി തോറ ഓതി തീർക്കണമെന്നാണ് ആചാര വ്യവസ്ഥ. തോറ എന്ന മണവാട്ടി, ഞാൻ നേരത്തെ പറഞ്ഞ ബോക്സ് ഇതാണ് കേട്ടോ. ഈ ഒരു കിരീടം പോലത്തെ ബോക്സിലാണ് ഇവർ സൂക്ഷിക്കാം. പള്ളിയിലെ ആർക്കിനുള്ളിൽ സ്വർണ്ണ വെള്ളി ആഭരണങ്ങൾ, കിരീടങ്ങൾ, ഞാലികൾ, പട്ടിവിരികൾ എന്നിവ തുടങ്ങിയവ സൂക്ഷിക്കുന്നു. തോറ വയ്ക്കുന്ന തടി കൊണ്ടുള്ള കൂടുകൾ സ്വർണവും വെള്ളിയും പൊതിഞ്ഞ് ഞാലി അണിയിച്ച് കിരീടവും കുടപ്പലും വെച്ച് ആഘോഷ അവസരങ്ങളിൽ പുറത്തെടുക്കുന്നു. അണിഞ്ഞൊരുങ്ങിയ വധുവിനെ പോലെയാണ് തോറ. ഈ പ്രതീകം ജൂതകലകളിലും പ്രകടമാണ്. അലങ്കാരപ്പണികൾ ഉള്ളവയാണ് പട്ടുവിരികൾ. മൃതദേഹം വെച്ചിരിക്കുന്ന പെട്ടി മൂടാനും ഈ വിരികൾ ഉപയോഗിക്കും. വിശേഷാവസരങ്ങളിൽ തോറയിൽ പുഷ്പമാലിന്യം ചാർത്താറുണ്ട്. അടുത്തത് വരുന്നത് മണാറയാണ്. വിവാഹ ചടങ്ങിൻ്റെ ഭാഗമായി നിർമ്മിക്കുന്ന മണവറ തന്നെയാണ് മണാറ, അത് മണിയറ. ജൂതരുടെ പെരുന്നാളായ സിംഹത്തോറയുടെ ഭാഗമായി തോറപ്പേടകത്തിന് മുകളിൽ ഒരുക്കുന്ന മേൽക്കട്ടിക്ക് ഇതേ പേര് പറയുന്നു. തോറയെ നവവധുവായി സങ്കല്പിക്കുന്നതിൻ്റെ തുടർച്ചയാണത്. ഇതാണ് അവരുടെ ആർക്ക് വരുന്നത് കേട്ടോ. ഇനി നമ്മുടെ ക്രിസ്ത്യൻസിൻ്റെ അൾത്താർ എന്നൊക്കെ പറയുന്ന പോലെ മുസ്ലിംസിൻ്റെ മെമ്പർ എന്ന് പറയും. അതേപോലെ ഉള്ളൊരു ഭാഗമാണ് ആർക്ക്. ഈ 2 കൂടുണ്ടില്ലേ, ഇതിലാണ് ഇവർ തോറ സൂക്ഷിക്കുക. ഇതാണ് മെയിൻ വരുന്നത് തോറ. ഇതിൻ്റെ താഴെയാണ് ബാക്കിയുള്ള ഓർണമെൻറ്റ്സും കാര്യങ്ങളും ഒക്കെ അവർ സൂക്ഷിക്കുന്നത്. ആർക്ക് ജൂത വേദഗ്രന്ഥമായ തോറ സൂക്ഷിക്കുന്ന പേടകമാണ് ആർക്ക്. ഇതിന് ഹെക്കൽ എന്നും പേരുണ്ട്. പള്ളിയുടെ ചുമരിലാണ് ഇത് സ്ഥാപിക്കുന്നത്. ജെറുസലേമിനോട് കഴിയുന്നത്ര അടുപ്പിച്ചിരിക്കണമെന്നാണ് പ്രമാണം. അതായത് പടിഞ്ഞാറ് ഭാഗത്തേക്ക് വേണം അത് അടുപ്പിച്ചിരിക്കേണ്ടത്. ജൂതരുടെ ദിവ്യനഗരമായ ജെറുസലേമിന് നേരെയെങ്കിലും ആവണം ആർക്കിൻ്റെ സ്ഥാനം. ഷാബത്ത് ജൂതമത ജീവിതത്തിൽ ആഴ്ചവട്ടത്തിലെ പുണ്യ ദിവസമാണ് ഷാബത്ത്. വെള്ളിയാഴ്ച അസ്തമയം മുതൽ ശനിയാഴ്ച അസ്തമയം വരെയാണ് ഷാബത്ത്. അധ്വാനങ്ങളിൽ നിന്നും വിട്ടുനിന്ന് പ്രാർത്ഥനയും പഠനവും വിശ്രമവുമായി ഷാബത്ത് ആചരിക്കുന്നു. വെള്ളിയാഴ്ച വൈകിട്ടും ശനിയാഴ്ച രാവിലെയും പ്രത്യേക സമൂഹ പ്രാർത്ഥനകൾ പള്ളിയിലുണ്ടാവും. വീട്ടിൽ മേശയൊരുക്കി ഷാബത്ത് ഭക്ഷണം അനുഷ്ഠാനപൂർവ്വം കഴിക്കുന്നു. ഷാബത്ത് എന്ന ഹീബ്രു വാക്കിന് ജോലിയിൽ നിന്നും വിട്ടുനിൽക്കുക എന്നാണ് അർത്ഥം. ജൂത അധിവാസ കേന്ദ്രങ്ങളിൽ ഷാബത്ത് ദിനത്തിൽ എല്ലാം നിശ്ചലമായിരിക്കും. ഷാബത്തിൽ പറവൂർ സിനഗോഗിൻ്റെ മുമ്പിലുള്ള വഴി അടച്ചിടുന്ന പതിവുണ്ടായിരുന്നു. അവിടെ വഴിയടയ്ക്കാൻ ഉപയോഗിച്ചിരുന്ന 2 തൂണുകൾ ഇപ്പോഴും കാണാം. എൻ്റെ പറവൂർ വീഡിയോ കാണുന്ന ആളുകൾക്ക് കാണാൻ സാധിക്കും. ഞാൻ പറവൂർ മാർക്കറ്റിൻ്റെ സൈഡിൽ നിന്ന് അങ്ങോട്ട് കയറുമ്പോൾ തന്നെ കാണിക്കുന്ന 2 തൂണുണ്ട്. അവിടെ നല്ല ചങ്ങൽ ഉപയോഗിച്ചിട്ടാണ് ഇവർ വഴി അടച്ചിരുന്നത്. ഇനി ഇവിടെ ഒരു സെൻറ്റൻസ് ഉണ്ട്. ആ സെൻറ്റൻസ് വരുന്നത് എങ്ങും മെസൂസ എന്നാണ്. ഈ ഒരു കാര്യം ഞാൻ അതേ വീഡിയോയിൽ ഞാൻ ഒന്ന് കാണിച്ചിട്ടുണ്ട്. നിങ്ങളെ വാതിൽപ്പടിയിൽ ഒരു 45 ഡിഗ്രി ആംഗിളിൽ അല്ലെങ്കിൽ 75 or 45
ഡിഗ്രി ആംഗിളിലാണ് ഇവരിത് ഫിറ്റ് ചെയ്ത് വെക്കുന്നത്. ഒരു ചെരിച്ചിട്ടാണ് ഫിറ്റ് ചെയ്യുന്നത്. അതിന് കാര്യം അറിയില്ല. ഇതേ സംഭവം ഹിച്ചൈക്കിൻ നൊമാദ് ഇസ്രയേലിലെ വീഡിയോ ചെയ്യുമ്പോൾ അവിടെ കാണിച്ചിരുന്നു മെസൂസ. ഇതിൽ തോറയിലെ വരികൾ എഴുതപ്പെട്ടിട്ടുള്ള ചുരുളുകളാണ് മെസൂസ. വാതിൽപ്പടിയിൽ മാത്രമല്ല ഇടനാഴിയിലും അലമാരയിലും കിടപ്പുമുറിയിലും മറ്റും മെസൂസ ഉണ്ടായിരിക്കണമെന്നാണ് ജൂതച്ചിട്ട. അതായത് ഈ മെസൂസ സൂക്ഷിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ തൊട്ടുമുത്താറില്ല, അവർ ഇതേപോലെ തൊട്ട് ഇങ്ങനെ ഇതാക്കിയിട്ടാണ് അവർ കയറുക. അതപ്പോൾ റൂമിലായാലും വാതിൽപ്പടിയിലായാലും കാശ് വെക്കുന്ന സ്ഥലത്തായാലും മെയിൻ വാതിൽപ്പടി, അപ്പോൾ പെട്ടെന്ന് ഒന്ന് തൊട്ട് മുത്തേണ്ടി വന്നാൽ അതിന് വേണ്ടിയിട്ടാവണം സൂക്ഷിക്കുന്നത്. മാത്രമല്ല ഇതിൻ്റെ ഉള്ളിൽ വെക്കുന്നത് ഇതൊരു ക്യാപ്സ്യൂൾ പോലെയാണ്, അതായത് ഒരു ഷെയ്പ്പാലല്ല ഞാൻ പറയുന്നത്. അപ്പോൾ ഇത് തുറന്നാൽ ഇതിനുള്ളിൽ ഒരു തോറയിൽ നിന്നുള്ള വേർഡുകൾ കാണാം. അത് വേർഡുകൾ ഇത്രയേ ഉള്ളൂ. നമ്മൾ വാതിൽപ്പടിയിലൊക്കെ കണ്ടിട്ടില്ലേ ഈ ഇപ്പോൾ ഇന്നാൾ ഈ വീടിൻ്റെ ഐശ്വര്യം എന്നൊക്കെ പറഞ്ഞിട്ട്, അതേപോലെ തന്നെ ജൂതന്മാർ ആ തോറയിൽ നിന്നുള്ള ഇതെടുത്തിട്ട് ഇന്ന കുറേ കാരണങ്ങളൊക്കെ എഴുതിയിട്ട് ഈ വീടിനെ കാത്തുകൊള്ളണമേ എന്നുള്ള രീതിയിലൊക്കെയാണ് എഴുതി വെച്ചിട്ടുണ്ടാവുക. അടുത്തത് നന്മ വരുത്തേണം പെരിയവനെ. അതാണ് ഈ ഒരു ഭാഗം. ഈ ഒരു ഭാഗം കാണാമെന്ന് പ്രതീക്ഷിക്കുന്നു. ജൂത ജീവിതത്തിൻ്റെ മർമ്മമാണ് പ്രാർത്ഥനകൾ. ഔദ്യോഗിക പ്രാർത്ഥനകൾ ഹീബ്രു ഭാഷയിലാണ്. സ്ത്രീകളടക്കമുള്ള കുടുംബ സദസ്സുകളിലും വിവാഹ സന്ദർഭങ്ങളിലും മലയാളത്തിലുള്ള കീർത്തനങ്ങൾ ആലപിക്കും. ഭക്ഷണത്തിന് ശേഷമുള്ളൊരു പ്രാർത്ഥനാഗീതത്തിൽ നിന്നാണ്. ദേശപ്പെടവേണം തമ്പിരാനെ, നന്മ വരുത്തേണം പെരിയവനെ, മിതിച്ച വരുത്തേണം തമ്പിരാനെ, മേനി നന്മയും വരുത്തേണം. അത് കാർക്കുളി എന്നുള്ള പെൺപാട്ട് 2005 എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ പേജാണോ ഇല്ലെങ്കിൽ അതോ കണ്ടെത്തിയ വർഷമാണോ എന്നറിയില്ല എന്നുള്ളതാണ്. ഇത് ജൂതരുടെ തൊപ്പിയാണ് കേട്ടോ. അപ്പോൾ ഈ ദേശപ്പെടുവേണം തമ്പുരാനെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജൂതരുടെ ഒരു രീതിയുണ്ട്. അടുത്ത വർഷം നമുക്ക് ജെറുസലേമിൽ കണ്ടുമുട്ടാം എന്നുള്ള രീതിയിലാണ് ഇവർ പിരിയുക. അപ്പോൾ ദേശപ്പെടുവേണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജെറുസലേമിൽ കാണാം. ഇതാണ് കേട്ടോ കൺസെപ്റ്റ്.